ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കൊരു ചട്ടി വെച്ചിട്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇത്തിരി കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു 2 നുള്ള് ഉലുവ കൂടി ഇട്ടാം കേട്ടോ. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള സവോളയാണെങ്കിൽ ഒരു അരമുറി മതി. ഒരു മീഡിയം ടൈപ്പ് സവോളയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം എടുക്കാം. നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തോളൂ. ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10-15 ചെറിയുള്ളി എടുക്കാം. സവോള എടുക്കണം എന്നില്ല കേട്ടോ, അതാണ് കൂടുതൽ ടേസ്റ്റ്. ഒരു 5-6 വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉള്ളി അരിഞ്ഞാൽ തന്നെ വെളുത്തുള്ളിയും ചെറിയ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മതിയാവും. നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർത്തോളൂ, കാരണം കൊഞ്ചായതുകൊണ്ട് തന്നെ, നമ്മുടെ ചെമ്മീനായതുകൊണ്ട് തന്നെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചേർക്കണം കേട്ടോ. ഇത് ചേർത്തിട്ട് ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി കിട്ടണം. ഇതിനകത്തേക്ക് ഞാൻ കാന്താരി മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 4-5 എണ്ണം ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 1-2 പച്ചമുളക് ചേർത്താൽ മതി. നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അളവ് കുറച്ചോളൂ കേട്ടോ, ഒരുപാട് എരിവാവണ്ട. എന്നിട്ട് ഇതൊന്ന് വാടി തുടങ്ങുന്ന സമയത്ത്, അത്യാവശ്യം ഒന്ന് കളറൊക്കെ ചേഞ്ച് ആകുന്ന സമയത്ത് നല്ല വലുപ്പമുള്ള നല്ല പഴുത്ത ഒരു തക്കാളി എടുക്കുക. മീഡിയം ടൈപ്പ് ചെറുതൊക്കെ ആണെങ്കിൽ 2 എണ്ണം എടുക്കാം കേട്ടോ. മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ 2 എണ്ണം എടുക്കേണ്ട ആവശ്യമില്ല. പുളിക്കനുസരിച്ച് ചേർത്തോളൂ. നല്ല പഴുത്ത തക്കാളിയാണ് കൂടുതൽ ടേസ്റ്റ്. പുളിയങ്ങ് ഒരുപാട് കൂടരുത്. ഒരു നല്ല വലിയ ഒരു തക്കാളി, അങ്ങനെ ആ ഒരു കണക്കിന് എടുത്താൽ മതി. എന്നിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുമ്പോൾ ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1 സ്പൂൺ നിറച്ചിട്ട് മല്ലിപ്പൊടി, 1 ടീസ്പൂണാണ് കേട്ടോ. ഇങ്ങനെ കുമിച്ചെടുക്കുക. ലെവൽ ചെയ്താണെങ്കിൽ 1.5 ടീസ്പൂൺ ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇതാ ഈ ഒരു സ്പൂണിൻ്റെ അളവിനാണ് കേട്ടോ. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ആ പൊടികളുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി അത്യാവശ്യം നന്നായിട്ട് ഉടഞ്ഞിട്ട് വേണം കേട്ടോ ഇത് ചേർത്ത് കൊടുക്കാൻ. ഈ സമയത്ത് നല്ല വലിയ കുടംപുളിയാണെങ്കിൽ 1 എണ്ണം, ചെറുതൊക്കെ ആണെങ്കിൽ 2 എണ്ണം ആക്കുക. അതാകുമ്പോൾ ഒരുപാടങ്ങ് കൂട്ടണ്ട. ഒരിത്തിരി ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കുതിരാൻ വയ്ക്കണം കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഞാൻ ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. അത് 2-3 കട്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ. ഒരുപാട് വലുതൊന്നും എടുക്കണ്ട, ഒരു ചെറിയ പീസ്. കാരണം നമ്മൾ 1/2 കിലോ ചെമ്മീനാണ് ഇതിലേക്ക് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പുളി ഒരുപാട് കൂടണ്ട, കാരണം നമ്മൾ തക്കാളിയും ചേർത്തിട്ടുണ്ട്. ചെമ്മീൻ ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തിളച്ചിട്ട് നമ്മുടെ പുളിയൊക്കെ ഒന്ന് അതിലേക്ക് ഇറങ്ങട്ടെ. ഞാൻ ഒരു ഇത്തിരി കറി ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു ഇത്തിരി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളിയാണ് കേട്ടോ, വടക്കം പുളിയാണ്, സാദാ പുളിയല്ല. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു. കുടംപുളിയില്ലേ നമ്മുടെ, അതാണ് കേട്ടോ. ഒരു മീഡിയം ടൈപ്പ് ഒരു പീസ് മതിയാവും കേട്ടോ. ഒരുപാട് പുളി ഉള്ളതാണെങ്കിൽ അതിനനുസരിച്ച്, പുളി കുറവാണെങ്കിൽ ഒരു ഇത്തിരി ഇട്ടോളൂ. 1-2 പീസ് ഇടാം കേട്ടോ. ഓരോ പുളിയുടെ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് അത്യാവശ്യം പുളി ഉള്ളതാണ്. ഞാൻ ഒരു പീസ് എടുത്തിട്ട് 1-2 കട്ട് ചെയ്തിട്ടു, അത്രയേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് ആ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. നല്ലപോലെ തിളയ്ക്കണം കേട്ടോ. ഇതൊന്ന് തിളച്ച് ആ പുളിയൊക്കെ ഇറങ്ങി വരുമ്പോഴേക്കും ഒരു 250 ml കപ്പിന് 2 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1-ാം പാലല്ല കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ച് തന്നെ അടിച്ചെടുത്തോളൂ. ഞാൻ ഒരു ചെറിയ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വലിയ തേങ്ങയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു മുറിയുടെ പാലെടുത്താൽ മതി. നല്ല വലിയ തേങ്ങയാണെങ്കിൽ, ചെറുതാണെങ്കിൽ 1 എണ്ണം എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്താണ് കേട്ടോ. 1-ാം പാലായി കഴിഞ്ഞാൽ ഇതിങ്ങനെ തിളപ്പിക്കാൻ പാടില്ല നമ്മൾ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തതാണ്. 2 കപ്പ് 250 ml കപ്പിന് 2 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ പുളിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് പുളിയൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കും. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചു. പാല് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒരിത്തിരി നേരം കൂടി ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷമാണ് ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുന്നത്. ഒരുപാടങ്ങ് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട. ഇനി ഇതൊന്ന് തിളയ്ക്കണം കേട്ടോ. 1-ാം പാലാണെങ്കിൽ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് തന്നെ അടിച്ചെടുക്കണം എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം കൂടി, അതായത് 250 ml കപ്പിന് 2 കപ്പ് തേങ്ങാപ്പാലും ഒരു 1/2 കപ്പും വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് തിള വരുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/2 കിലോ ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 കിലോ വാങ്ങിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തു. ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം.
എളുപ്പമാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ തേങ്ങയൊന്നും അരച്ച് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ തേങ്ങാപ്പാലെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ. സാധാരണ നമ്മൾ എപ്പോഴും തേങ്ങ അരച്ചിങ്ങനെ കുറുക്കി ചെയ്യുന്നതിന് പകരം എന്നാൽ അത്യാവശ്യം നല്ല തിക്ക് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തേങ്ങ അരച്ച കറി പോലെ തോന്നുകയും ചെയ്യും, നല്ല തിക്നെസ് ഒക്കെ ഉള്ള ഒരു കറിയാണ്. ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ച് ഉപ്പൊടി ചേർത്ത് കൊടുത്തു. പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എന്നാൽ സൂപ്പർ ടേസ്റ്റുള്ള റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി കേട്ടോ, അത്ര ടേസ്റ്റിയാണ്. നല്ല പുളിയും എരിവും എല്ലാം കൂടി ചേർത്തിട്ട് അത്യാവശ്യം എരിവും വേണം കേട്ടോ, എന്നാലാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാൻ ചെറിയ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പീര വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ റെസിപ്പി വേണ്ടുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇട്ടുതരാം. കുറച്ച് നല്ല ചെറിയ മത്തിയാണ് കേട്ടോ, അപ്പോൾ ഒത്തിരി പീര വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഒരു സൈഡിലാവുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് നമ്മൾ ചെമ്മീൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തിളച്ച് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെമ്മീനൊക്കെ നന്നായി വെന്ത് എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ. നല്ല പോലെ ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമേ ഫ്ലെയിം കുറച്ച് വയ്ക്കാവൂ. അത്യാവശ്യം എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്, ഒന്നുകൂടെ ഇളക്കി കൊടുത്താൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല മണമാണ് കേട്ടോ, നല്ലൊരു മണവും നല്ല ടേസ്റ്റ്, നല്ല പുളി. നമുക്ക് ചെറുപ്പം ഇങ്ങനെ നല്ലൊരു പുളിയും എരിവും ഒക്കെ ഉള്ളൊരു കറി കഴിക്കാൻ തോന്നില്ലേ, ആ സമയത്ത് ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. കപ്പയുടെ കൂടെ ചീനിയുടെ കൂടെയൊക്കെ കഴിക്കാനും സൂപ്പറാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ ചോറിൻ്റെ കൂടെ അല്ല, അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ഇടിയപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ ശരിക്കും ഈ ഒരു കറി മാത്രം മതി കേട്ടോ, വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് നല്ലപോലെ എണ്ണ തെളിഞ്ഞ് കൊഞ്ചൊക്കെ ഒന്ന് നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല ചെമ്മീനായിരുന്നു കേട്ടോ, നല്ല മണമൊക്കെയുള്ള നല്ല ചെമ്മീനുമായിരുന്നു. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള കറിയാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക, എന്നാലേ ഞാൻ പുതിയ വീഡിയോസും നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതിയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടമുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.